എന്തോന്ന് മനു ഇത്? ദോശയാണോ അപ്പമാണോ? സൈഡൊന്നും നന്നായിട്ട് മൊരിഞ്ഞിട്ടില്ല. നന്നായിട്ട് മൊരിച്ചൊരു ദോശ ഇങ്ങോട്ട് ഇട്. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. നീ ഇതൊരു ചൂടാന്ന്. പിന്നെ ചൂടാവാതെ നിനക്ക് പീൽ ചെയ്തോ? നിനക്ക് പീൽ ചെയ്തോ? ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ നിനക്ക് പീൽ ചെയ്തു. ഞാൻ എന്തേലും ഒരു സാധനം ഉണ്ടാക്കിയിട്ട് മക്കളെ കഴിക്കുന്നു പറയുമ്പോ നീ എന്റെ മുഖത്ത് നോക്കി പറയത്തില്ല ഇത് കൊള്ളത്തില്ല അമ്മാന്ന്. അപ്പൊ എനിക്ക് എന്തോരം ഫീൽ ചെയ്യൂടാ. അമ്മച്ചി ഫീലല്ലമ്മ, ഫീല് ഫീല്. ഞാൻ പറഞ്ഞോട്ടെ എന്നെ ചുമ്മാ പഠിപ്പിക്കാൻ വരരുത് കേട്ടോ മനു. ഇടൂ മൂത്തില്ലയോ? മൂത്ത് വരുന്നു. ഇതൂടെ ഉള്ളു, ബാക്കി എനിക്ക് തിന്നാളേ ഉള്ളു കേട്ടോ. അയ്യോ തള്ളക്ക് എന്തെങ്കിലും തരുന്നതിന് കണക്ക് പറയുന്ന എന്തിനാ മനു ഇങ്ങനെ? നീ പിന്നെന്ത്? ഞാൻ 4 ദോശയല്ലേ തിന്നുള്ളു. 4? അമ്മ എനിക്കൊന്നും തിന്നിട്ട് എന്തിനാ? അപ്പൊ നിങ്ങൾക്ക് മാത്രം തിന്നുണ്ടാ? അമ്മച്ചി കൈ ചെയ്യാത്തോണ്ടാ ഞങ്ങൾക്ക് ഒരു ദോശ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇത് ശീലമാക്കും. കൊച്ചിലെ നിനക്ക് വെള്ളം തന്നിട്ടേ ഞാൻ പലപ്പോഴും തിന്നാതിരുന്നിട്ടുണ്ട് അറിയാവോ? വളർന്നപ്പോഴല്ലേ ഞാൻ നിന്നോട് ചോദിച്ചുള്ളൂ. പോയിക്കാടാ. ഒരു കല്യാണമൊക്കെ കഴിച്ചായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ചേരുന്നു ഈ പ്രായത്തിൽ ഞാൻ ഇനിയും കെട്ടാനോ? പോണത് പറയുന്ന ആൾക്കാരെ കേട്ട ആക്ഷേപം പറയാം. അമ്മച്ചി കെട്ടിക്കുന്ന ആരെയല്ല പറഞ്ഞേ, എന്നെ കെട്ടിക്കുന്ന ആര്? കുഞ്ഞേ നീ പൊടി കുഞ്ഞ് കെട്ടാൻ പ്രായമൊന്നും ആയിട്ടില്ല. 6 അടി പൊക്കമായില്ലേ അമ്മച്ചി, നീ കെട്ടിക്കൂടെ? പൊക്കമായെന്ന് വെച്ച കെട്ടാറായടാ. എന്റെ മനസ്സിൽ നീ കുഞ്ഞാ ഇപ്പോഴും. അതല്ല, ഒരു മരുമകളൊക്കെ വന്ന് അമ്മച്ചിക്ക് ചോറുണ്ടാക്കി തരുന്നു, അമ്മച്ചിക്ക് ദോശ ഉണ്ടാക്കി തരുന്നു, പൊട്ടുണ്ടാക്കി തരുന്നു, അമ്മച്ചി പരിപാലിക്കുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, എല്ലാം നോക്കത്തില്ലേ? എന്റെ സ്വഭാവത്തിന് രണ്ടിനും നമ്മൾ എനിക്ക് വിഷം തന്നു കൊല്ലൂടാ, ഉറപ്പാ. അപ്പൊ ഞാൻ കല്യാണം കഴിക്കണ്ടേ? എന്റെ കല്യാണത്തിൽ അമ്മച്ചി ഒരു ചിന്തയില്ലേ? കല്യാണം കഴിച്ചിട്ട് ഞാൻ എന്തോന്ന് അവക്ക് ഈ വെള്ളക്കാപ്പറക്കി കൊടുക്കുവോ? നീ ചെലവിന് ഒരു വക കൊണ്ടുവരത്തുമില്ല. ഗ്യാസ് ഇല്ലാതല്ലേ ഈ ചെയ്യുന്നത്? ഗ്യാസ് തീർന്നിട്ടല്ലേ ഈ ചെയ്യുന്നത്? പിന്നെ ഞാൻ ഉടനെ ഒരു ബിസിനസ് കാര്യം സെറ്റ് ആക്കുന്നുണ്ട്. എന്തോന്ന് ബിസിനസ്? എന്തോന്ന് ബിസിനസ്? പ്രതീക്ഷയായിട്ടൊരു ബിസിനസ് സെറ്റ് ആക്കുന്നു. അവന്റെ കൂടെ നീ മേലാ നടക്കരുത് കേട്ടോ. പന്ന ചെറുക്കൻ അവനെ. അവരൊരുപാട് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അവനിങ്ങനെ കാള കടിച്ച് കളക്കാം. അതുകൊണ്ടാണോ നീ എന്തെങ്കിലും ഉണ്ടാക്കിയാലേ നാളെ നിനക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ആ പ്രതീക്ഷ ഒരു പന്ന ചെറുക്കനാ. വെള്ളം കൊടുറാ. കുടി കുടി. ആന്റി ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ. മക്കളെപ്പോ വന്ന്? ഞാനിപ്പോ വന്നതാ. ഇതാ ഞാൻ പറഞ്ഞ കൊക്കിൽ ഒതുങ്ങുന്നേ കൊത്താവുന്നു. പിന്നെ ആന്റി, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ ആന്റി പ്രതീക്ഷ എന്നും പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നില്ലായിരുന്നു, അതെന്തായിരുന്നു? പ്രതീക്ഷ എന്നല്ലേ പറഞ്ഞേ? രതീഷ്. അവനൊരു പന്ന ചെറുക്കന്റെ മക്കളെ. കൊച്ചിനെ അങ്ങ് വഷളാക്ക്. ഞാൻ പറഞ്ഞത് അവന്റെ കൂടെ കൂട്ടൊന്നും കൂടല്ലേ മക്കളെ. പ്രതീക്ഷ മോന്റെ കൂടെ മാത്രമേ കൂട്ടുകൂടാവുള്ളൂ. സുഹാസിനി ചേച്ചി ഒരുപാട് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. പ്രതീക്ഷ മോൻ നല്ല മോനാണ്. പ്രതീക്ഷ മോന്റെ കൂടെ മാത്രമേ കൂട്ടുകൂടാന്ന് എന്റെ മോനോട് പറയുമായിരുന്നു. ഞാൻ എന്നാ പിന്നെ മക്കള് തിന്നു, അമ്മയ്ക്ക് മതി. ഈ തൊഴിലുറപ്പിന്റെ പണിക്ക് പോകുന്നുണ്ടേ. അവിടെ പെണ്ണുങ്ങളൊക്കെ ജോലി ചെയ്യാനുണ്ട്. ഞാനവിടെ വെറുതെ നിന്നാ മതി. 300 രൂപ കിട്ടും. കളയണ്ടല്ലോ. വീണേ മോനും വേണോ? തരാടാ. അവന് വേണ്ട. ചെലപ്പോ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ലെങ്കിലോ. പോട്ടെ. എന്റെ പൊന്നല്ലേ, നിന്നെ പറ്റി എന്റെ അമ്മച്ചി ഇപ്പൊ കുറ്റം പറഞ്ഞോണ്ടിരുന്ന ആണല്ലേ? എനിക്കും തോന്നിയാണ്. അത് കുഴപ്പമൊന്നുമില്ല, നമ്മളമ്മയല്ലേ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ബിസിനസിനെ കുറിച്ച് വല്ലതും ചിന്തിച്ചാ? ബിസിനസ് ഞാൻ തുണി കഴുകണം, പാത്രം കഴുകണം, ഇപ്പം വന്ന് ദോശ ഉണ്ടാക്കണം, നീ അരി ഉണ്ടാക്കണം, പല പരിപാടി ഉണ്ടാവില്ല. ഒരു രക്ഷയില്ല, എന്നെ ഇവിടെ ഇറക്കി വിടുന്നില്ല. മനസ്സിലായി. എടാ നമ്മുടെ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിട്ടല്ലേ ഞാൻ ഈ ബിസിനസ് പ്ലാൻ നിന്റെ അടുത്ത് പറഞ്ഞു തന്നേ. നീ ഒന്നും ചിന്തിക്കും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സുരഭി പിക്കിൾസിന്റെ ഒരു പരസ്യം ചെയ്താലോ? സുരഭി പിക്കിൾസിന്റെ പരസ്യം? എങ്ങനെ? അതായത് ഇപ്പം ഒരു സീരിയൽ നടനെ കൊണ്ട് അത്യാവശ്യം നല്ലൊരു വീഡിയോ എടുക്കുക. സുരഭി പിക്കിൾസ്, നിങ്ങൾ ടേസ്റ്റുള്ള അച്ചാർ അങ്ങനെ പറഞ്ഞ എടുക്കത്തില്ലേ വീഡിയോ? റീൽസ് ഒക്കെ കണ്ടിട്ടില്ലേ? അത് എടുക്കുന്നു, സോഷ്യൽ മീഡിയ ഇടുന്നു, വൈറലാക്കുന്നു, സെയിൽസ് കൂടുന്നു. അത് മാത്രമല്ല ഇപ്പൊ ഓണം ടൈമാണ്. വർക്കൗട്ട് ആക്കാം. എങ്ങനെ ചെയ്യും? സീരിയൽ നടനെ വിളിച്ച് സെറ്റ് ചെയ്തിട്ടൊക്കെ എന്റെ അമ്മയുടെ ബുദ്ധി എനിക്ക് ദോശ വേണോ നിനക്ക്? ദോശ കഴിച്ചോട്ടെ. പക്ഷെ ഇത് ദോശയാ, നീ കഴിച്ചോ. നിനക്ക് വെച്ചാണ് നീ കഴിച്ചടാ. നീ കഴിക്കും.
പഞ്ചസാര അഞ്ചാരാണ് കരി കഴിച്ചോ